ആൾക്കാർക്കൊരു അപ്രോച്ച് ചെയ്യാനുള്ളൊരു പേടി എന്ന് വെച്ചാൽ എനിക്ക് ഇതിലേക്ക് പോയാൽ നഷ്ടം ഉണ്ടാവുമോ, ചിലർക്ക് മേ ബി ചിലപ്പം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഒരു റിട്ടേൺ കിട്ടണം, വെയിറ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടാവില്ല. എല്ലാവർക്കും ചിലർ ചിന്തിക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത്. കാരണം മ്യൂച്വൽ ഫണ്ട് ഇട്ടാൽ കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഫണ്ട് കിട്ടൂ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും പെട്ടെന്ന് ക്വിക്ക് മണി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല എവിടെയും. ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 10 to 12 to 15% കിട്ടും. എപ്പോൾ കിട്ടും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അത് അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ 2 പ്രോഡക്ട്സുകളുണ്ട്. ഒന്ന് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. ഡെറ്റ് എന്ന് പറയുന്നത് എന്താണ്? കടം. അതായത് കടം മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഫിക്സഡ് ഇൻകം പ്രോഡക്റ്റാണ്. അതായത് നമുക്ക് ഫിക്സഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന പ്രോഡക്റ്റാണ്. അടുത്താണ് ഇക്വിറ്റി. പക്ഷെ ഇതിനൊരു കമ്പൈൻ ചെയ്ത് എല്ലാവരും പറഞ്ഞ് ആരും ഈ ഫിക്സഡ് ഇൻകം പ്രോഡക്ട്സിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾ വരുന്നേ ഇല്ല. അതിന് ഫിക്സഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. അത് ബാങ്കിന്റെ ഇടുന്ന പ്രൊഡക്റ്റിന്റെ ഓൾട്ടർനേറ്റ് പ്രൊഡക്റ്റ് ആണ് ഫിക്സഡ് ഇൻകം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു മേ ബി അതൊരു ആ ഒരു ടൈം പീരീഡിനെ പേടിച്ചിട്ടുള്ളതായിരിക്കില്ലേ? ഇല്ല, ഈ ഫിക്സഡ് ഇൻകം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു ദിവസം തൊട്ട് 10 വർഷത്തേക്കുള്ളതാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് എപ്പം മാർക്കറ്റ് കൂടുന്നു അപ്പം കിട്ടും. അതാണ് അതിന്റെ റീസൺ. നിങ്ങൾ പറഞ്ഞുള്ള റിസ്ക് ഉണ്ടെന്ന്, ആ റിസ്ക് അതാണ്. ലോങ് ടൈമിൽ കൂടി തന്നെ ഇരിക്കുകയുള്ളൂ, കുറഞ്ഞൊന്നും പോകാൻ ചാൻസ് കുറവാണ്. അങ്ങനെ വരണമെങ്കിൽ ഒത്തിരി യുദ്ധങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരണം. പക്ഷെ ആ സെഗ്മെന്റിലാണ് മലയാളികൾ 99% ആളുകൾ ഇട്ടിട്ട് ഡെയിലി ഇത് നോക്കിക്കൊണ്ടിരിക്കും.